ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ വേസ്റ്റായിട്ട് കളയത്തില്ലേ കുറേ ചിരട്ടയൊക്കെ, ആ വേസ്റ്റ് ചിരട്ടയിൽ നിന്ന് നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് പോട്ട്, അതായത് നമുക്ക് ഈ ചെടികളൊക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടേക്കാം. ഫ്രണ്ട്സ്, നമുക്കിതേപോലെ 2 ചിരട്ടകൾ ആവശ്യമുണ്ട്. അതൊരൊറ്റ തേങ്ങയുടെ ചിരട്ടയാവുന്നതാണ് ഏറ്റവും നല്ലത്, എന്നാലേ കറക്റ്റ് സീറ്റിങ് ഇരിക്കത്തുള്ളൂ. അങ്ങനത്തെ ചിരട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഈ കണ്ണ് കാണുന്നിടത്ത്, ചിരട്ടയുടെ കണ്ണ് കാണുന്നിടത്ത് നമുക്കൊരു സ്ക്വയർ പാർട്ട് വെട്ടി ഒഴിവാക്കണം. അങ്ങനെ നമ്മൾ ആൽസോ ഫ്രെയിം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യേണ്ടത്, എന്നാലേ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തലങ്ങും വിലങ്ങും എല്ലാം കട്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കഷ്ടപ്പെട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ആൽസോ ഫ്രെയിമിന് കട്ട് ചെയ്യുന്നതായിരിക്കും ഈസി, അല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പീസായിട്ട് പൊട്ടിപ്പോകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് സമാധാനത്തിൽ വേണം തലങ്ങും വിലങ്ങും എല്ലാ സൈഡും ആൽസോ ഫ്രെയിമിന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ അവസാനത്തെ സൈഡും ഉള്ളവരെ കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഫുള്ള് സാൻഡ് പേപ്പർ ഇട്ട് വരച്ചെടുക്കണം, സാൻഡ് ചെയ്തെടുക്കാം. അതിൻ്റെ മണ്ടയ്ക്കത്തെ ആ ചകിരി പോലത്തെ ഹെയറൊക്കെ പോകാനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പോളിഷ് ലുക്കും കിട്ടും. അതിന് ശേഷം വെക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു പോളിഷ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. അത് നമ്മൾ ഫുള്ളൊന്ന് സാൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്ത 2 ചിരട്ടയും നമ്മൾ സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തറയിലെ ചിരട്ടയുടെ അളവിൽ, അടിയുടെ ഒരു അളവിന് നമുക്കിതേപോലൊരു റോപ്പിന് റിങ് ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ചെറിയ റിങ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ലൂപ്പ് പോലെ കെട്ടി ടൈറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ലൂപ്പ് പോലെ കെട്ടി ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എന്നിട്ട് നമ്മൾ ആ ലൂപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് കയറിയത് ഇതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലൂപ്പ് കിട്ടും. ഇനി ഈ ലൂപ്പിൻ്റെ 3 സൈഡിലായിട്ട് നമുക്ക് എന്ത് വേണം, ഒരേ അളവിൽ ഇതേപോലെ 3 കയറെടുക്കണം. 3 കയറെടുത്തിട്ട് ഓരോന്നും നമ്മൾ കുറച്ച് ഇടവിട്ടതിന് ശേഷം നമ്മൾ ആ ലൂപ്പിലേക്ക് കെട്ടിക്കൊടുക്കണം. ഇതേപോലെ ലൂപ്പ് എടുക്കണം, ആദ്യം ഒരു കയറ് കെട്ടാം, പിന്നെ നമുക്ക് ഒരെണ്ണം കെട്ടി അതിന് ശേഷം അടുത്തത് കെട്ടുക. അപ്പോൾ അത് ഫ്രീ ആയിരിക്കും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. അതിനുശേഷം നമുക്ക് 3 കിട്ടിയതിന് ശേഷം നമ്മൾ ആ ചിരട്ട വെച്ച് നോക്കാം. അതിങ്ങനെ ഇരിക്കും അവസാനം കിട്ടിയെടുക്കണം. അതിനകത്ത് വെയിറ്റ് കയറിയാലേ നമ്മുടെ ചിരട്ട കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. കാരണം കയറ് ചുറ്റി കിട്ടുന്ന കയറായതുകൊണ്ട് തന്നെ ഒരു ചുറ്റ് മാതിരി പോലെ കിടക്കും. അതുകൊണ്ട് ചിരട്ടയ്ക്കകത്ത് വെയിറ്റ് കയറണം, അതായത് നമ്മൾ മണ്ണ് നിറയ്ക്കണം, എന്നാലേ കറക്റ്റായിട്ട് ഇതിനകത്ത് ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഇരുന്നിട്ടുണ്ട്, ഇതേപോലെ ഇരിക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മണ്ണ് നിറച്ചെടുക്കണം. രാവിലെയാണ് നമ്മൾ എടുക്കുന്നത് ചെടി വെക്കാൻ. ഇളക്കമുള്ള മണ്ണാലും മതി, നമുക്കിപ്പോൾ രാവിലെ ഉള്ളു, അതുകൊണ്ട് എടുക്കും. അതിനുശേഷം ചിരട്ടയുടെ അടിഭാഗത്തിട്ടതിന് ശേഷം പിന്നെ നമ്മൾ മണ്ടയ്ക്കുന്ന ഫുള്ള് നിറച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചിരട്ട മൊത്തത്തിൽ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഇരട്ടയും പിന്നെ അങ്ങ് ലോക്ക് ആയിക്കോളും. പിന്നെ പ്രത്യേകിച്ച് ഒട്ടിക്കൊന്നും വേണ്ട. നമ്മൾ ഇതേപോലെ റെഡ് ഇടിയാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം മണ്ണിട്ടൊന്ന് റെഡി ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്ത ചിരട്ട നമ്മളെ 3 കയറ് സെറ്റ് ചെയ്യുന്നതിനകത്തോട്ട് ഇറക്കി ഇങ്ങനെ ഹാങ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് അകത്തൊക്കെ വെക്കാവുന്നതാണ്. നല്ല രസമാണ് വീട്ടിലൊക്കെ വെച്ചാൽ കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, അതേപോലെ കമൻറ്റ് ചെയ്യണം. പിന്നെ നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ. ഇസ്മി മാഹിൻ സൈനിങ് ഔട്ട്.